പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഒരിക്കൽ ഒരു അമ്മ തൻ്റെ മകനെ ഒരു കോളേജ് വിദ്യാഭ്യാസത്തിന് വേണ്ടി ഹോസ്റ്റലിൽ കൊണ്ടാക്കി. അവൻ്റെ പഠിപ്പിന് ആവശ്യമായ ഫീസുകളെല്ലാം അടയ്ക്കുവാനിടയായി. അവനെ ആ ഹോസ്റ്റലിലാക്കിയിട്ട് വരുമ്പോൾ അമ്മ അവൻ്റെ കയ്യിൽ കൊടുത്തത് ഒരു വേദപുസ്തകം കൊടുത്തിട്ട് പറഞ്ഞു, ഇത് മുടങ്ങാതെ വായിക്കണം. നിനക്ക് ആവശ്യമായത് എല്ലാം ഇതിൻ്റെ അകത്ത് ദൈവം നൽകിയിട്ടുണ്ട്. ഇത് വായിക്കുന്നത് നീ നിർത്തരുത്. നീ ബുദ്ധിമാനായിത്തീരും, നീ വിജയിക്കും, നിൻ്റെ ആവശ്യങ്ങളിൽ ദൈവം പ്രവർത്തിക്കും. ആമേൻ. അവൻ്റെ പരീക്ഷയുടെ സമയം വന്നു. കോളേജുകാർ പറഞ്ഞു ഫീസ് അടയ്ക്കണം. ഉടനെ അവൻ അമ്മയ്ക്ക് കത്തെഴുതി, ഇത്രാം തീയതി ഫീസ് അടയ്ക്കണം. അമ്മ മറുപടി അയച്ചു, നീ വേദപുസ്തകം എടുത്ത് വായിക്ക്. വീണ്ടും സമയമായി കത്തെഴുതി. അമ്മ മറുപടി എഴുതി, നീ വേദപുസ്തകം എടുത്ത് വായിക്ക്. ആമേൻ. ഹല്ലേലൂയ. വീണ്ടും അവൻ കത്തെഴുതി, അമ്മ ഫീസ് അടച്ചില്ലെങ്കിൽ കോളേജിൽ നിന്ന് ഇറക്കി വിടും, അതുകൊണ്ട് വേഗം എനിക്ക് പൈസ അയച്ചു തരണം. അമ്മ വീണ്ടും കത്തിലെഴുതി, വേഗം ബൈബിൾ എടുത്ത് വായിക്ക്. ഹല്ലേലൂയ. നിർഭാഗ്യമെന്ന് പറയട്ടെ, അവന് ഫീസ് അടച്ചില്ല. കോളേജിൽ നിന്ന് ഇറക്കി വിട്ടു. അവൻ തൻ്റെ പെട്ടിയും ബാഗും എല്ലാം എടുത്തു വീട്ടിലേക്ക് മടങ്ങി വന്നു. വീട്ടിൽ വന്നപ്പോൾ അമ്മയോട് ദേഷ്യത്തോട് അവൻ വഴക്കുണ്ടാക്കുവാനിടയായി. എന്തുകൊണ്ട് എനിക്ക് പൈസ അയച്ചു തന്നില്ല? ആമേൻ. ആ ദേഷ്യം തീർക്കുവാൻ തൻ്റെ കയ്യിലിടുന്ന ബാഗ് എടുത്ത് വലിച്ചെറിഞ്ഞു. എറിഞ്ഞ കൂട്ടത്തിൽ ബാഗിൻ്റെ അകത്തിരുന്ന വേദപുസ്തകം താഴെ വീണു. വേദപുസ്തകം തുറക്കപ്പെട്ടു. ആ വേദപുസ്തകത്തിൻ്റെ താളുകളുടെ അകത്തിരുന്ന പൈസയും കൂടെ പൊഴിയിൽ വന്നു. ഹല്ലേലൂയ. ആമേൻ. അമ്മയ്ക്ക് മനസ്സിലായി, ഇവൻ പൈസ ചോദിക്കുമ്പോഴെല്ലാം ഇതിൻ്റെ താളുകളവൻ തുറന്നിട്ടില്ല. അമ്മ ഇവനെ കൊണ്ടാക്കിയപ്പോൾ തന്നെ ആമേൻ ആ വേദപുസ്തകത്തിൻ്റെ അകത്ത് അവൻ്റെ പഠിപ്പിന് ആവശ്യമായ പൈസയും കരുതി വച്ചിട്ടുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ നമ്മുടെ കരത്തിൽ നൽകപ്പെട്ടിരിക്കുന്ന വേദപുസ്തകത്തിൻ്റെ അകത്ത് ഡോളറുകളോ 2000 താളുകളോ ഇല്ലാതിരിക്കാം. എന്നാൽ മനുഷ്യൻ അപ്പം കൊണ്ടല്ല, ദൈവത്തിൻ്റെ വചനം കൊണ്ട് ജീവിക്കും. ഈ വചനം നമ്മെ ജീവിപ്പിക്കുന്ന വചനം, ഈ വചനം നമ്മെ ഉയർപ്പിക്കുന്ന വചനം, ഈ വചനം നമ്മെ സൗഖ്യമാക്കുന്ന വചനം, ഈ വചനം നമ്മുടെ ബന്ധനങ്ങളെ അടിക്കുന്ന വചനം. ഹല്ലേലൂയ. സാത്താനെ തകർക്കണമെങ്കിൽ നമുക്കാവശ്യം ദൈവത്തിൻ്റെ വചനം. ഹല്ലേലൂയ. എന്തുകൊണ്ട് വീണ്ടും വീണ്ടും പ്രസംഗിക്കുന്നു? ദൈവദാസൻ പറഞ്ഞതുപോലെ ഹല്ലേലൂയ, സമയം കളയുവാൻ വേണ്ടിയല്ല, പ്രസംഗിച്ച് സമ്പാദിക്കുവാൻ വേണ്ടിയുമല്ല. ദൈവത്തിൻ്റെ ആത്മാവ് ഹൃദയത്തിൽ ഒരു വചനം തന്നു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള ചൈതന്യം വെളിപ്പെടുവാൻ, അതിൻ്റെ അകത്തുള്ള ജീവൻ വെളിപ്പെടുവാൻ അത് വിളമ്പി കൊടുക്കണം. ഹല്ലേലൂയ. ചിലപ്പോൾ 5 അപ്പമേ കയ്യിൽ തന്നിട്ടുണ്ടെങ്കിലും 2 മീനെ കയ്യിലുണ്ടെങ്കിലും അത് സാരമില്ല. ഈ 5 അമ്പത്തെയും 2 മീനെയും വർദ്ധിപ്പിക്കുവാൻ കഴിയുന്നവൻ നമ്മുടെ നടുവിലുണ്ട്. അവൻ്റെ ഒരു വാക്ക് മതി നമ്മെ സൗഖ്യമാക്കുവാൻ. അതുകൊണ്ടാണ് സദാധിപൻ ഇപ്രകാരം പറഞ്ഞു, കർത്താവേ, എൻ്റെ പുരക്കകത്ത് നീ വരുവാൻ ഞാൻ യോഗ്യനല്ല, ഞാൻ അധികാരമുള്ളവനാണ്. എൻ്റെ അധികാരത്തെ ഉപയോഗിക്കുമ്പോൾ ഒരു വാക്ക് ഞാൻ പറഞ്ഞാൽ, എൻ്റെ വാക്കിന് ഒരു വേലക്കാരനോട് വാ എന്ന് പറയുമ്പോൾ അവൻ വരുന്നു, പോ എന്ന് പറഞ്ഞാൽ പോകുന്നു. എന്നാൽ നീ അങ്ങനെ ഉള്ള അധികാരമുള്ളവനല്ല. ആകാശത്തിലും ഭൂമിയിലും സകല അധികാരമുള്ളവൻ. ഈ അധികാരമുള്ളവൻ ഒരു വാക്ക് പറഞ്ഞാൽ മതി. വീട്ടിൽ ദീനം പ്രാപിച്ച് വീട്ടിൽ ഹല്ലേലൂയ കിടക്കയിൽ കിടക്കുന്നവൻ ഈ വാക്കിൻ്റെ മുൻപിൽ എഴുന്നേൽക്കും. ഇന്ന് പകൽക്കാലം എത്ര പേർ വിശ്വസിക്കുന്നു?
പറയുന്നു, ആലയത്തിൽ വാക്ക് പുറപ്പെട്ടാൽ ആമേൻ ഹോസ്പിറ്റലിൽ ഐസിയുടെ അകത്ത് കിടക്കുന്നവന് ജീവനോട് എഴുന്നേൽപ്പിക്കുവാൻ ദൈവത്തിന് കഴിയും. അസാധ്യങ്ങളെ സാധ്യമാക്കുവാൻ ദൈവത്തിന് കഴിയും. ദൈവത്താൽ അസാധ്യമായത് ഒന്നുമില്ല. യഹോവയ്ക്ക് കഴിയാത്ത കാര്യങ്ങളില്ല. ഇന്ന് പകൽക്കാലം ആരെല്ലാം ദൈവത്തിന്റെ വചനം ഈ വാക്കിനെ വിശ്വസിക്കുന്നു, അവർക്ക് വേണ്ടി ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ കഴിയുന്നവൻ. പ്രൈസ് ദി ലോർഡ്. വേഗത്തിൽ വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 3-ാമത്തെ വാക്യം. അപ്പോൾ മറിയ വിലയേറിയ ശുദ്ധ മാംസ തൈലം ഒരു രാത്രിയിലെടുത്ത് യേശുവിൻ്റെ കാലിൽ പൂശി തൻ്റെ തലമുടി കൊണ്ട് കാൽ തുവർത്തി തൈലത്തിൻ്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. യേശു ആമേൻ മരണത്തിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയം, യേശുവിൻ്റെ മരണത്തിൻ്റെ നാളുകൾ അടുത്തു വരുന്നതായ സമയം, യേശു ശിമിയോൻ എന്ന് പറയുന്ന ഒരു കുഷ്ഠരോഗിയുടെ ഭവനത്തിൽ വിരുന്നിന് വേണ്ടി വന്നിരിക്കുന്നു. യേശു ആ ഭവനത്തിൽ വന്നപ്പോൾ ആ കുഷ്ഠരോഗിയാണ് യേശുവിനെ ആ ഭവനത്തിലേക്ക് ക്ഷണിച്ചത്. ക്ഷണിച്ച മനുഷ്യൻ യേശുവിൻ്റെ കാല് കഴുകിയില്ല, യേശുവിനെ ചുംബിച്ചില്ല, യേശുവിൻ്റെ തലയ്ക്ക് എണ്ണ വെച്ചില്ല, യേശുവിനെ വേണ്ടതുപോലെ സ്വീകരിച്ചില്ല. ഇന്നും ആമേൻ സ്വന്തമായവർക്ക് വേണ്ടി യേശു കടന്നു വന്നു. സ്വന്തമായവരോ യേശുവിനെ തള്ളിക്കളയുന്നു. ഹല്ലേലൂയ. എന്നാൽ സ്വന്തമായവർ തള്ളിക്കളഞ്ഞപ്പോൾ അവിടെ ഇപ്രകാരം പറയുന്നു, പാപിയായ ഒരു സ്ത്രീ, ലോകത്താൽ പാപി എന്ന് മുദ്ര കുത്തപ്പെട്ടതായ ഒരു സ്ത്രീ, ലോകത്താൽ ഹല്ലേലൂയ സ്തോത്രം ആമേൻ ഹല്ലേലൂയ പേര് നഷ്ടപ്പെട്ടവളായ ഒരു സ്ത്രീ, സ്വഭാവം നഷ്ടപ്പെട്ടവളായ സ്ത്രീ. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ പുറമേയുള്ളത് കാണുമ്പോൾ ദൈവം അകമേ ഉള്ളത് കാണുകയാണ്. അല്പം മുമ്പിൽ ദൈവത്തിന്റെ അഭിഷക്തൻ പറഞ്ഞതുപോലെ ആമേൻ നമ്മുടെ പുറമേയുള്ള സൗന്ദര്യം കുറയും, നമ്മുടെ പുറമേയുള്ള കാഴ്ചശക്തികൾ കുറയും, നമ്മുടെ പുറമേയുള്ള ശരീരത്തിന് ക്ഷീണങ്ങൾ പറ്റും. എന്നാൽ അകമേയുള്ള മനുഷ്യൻ അവൻ കത്തിക്കൊണ്ടിരിക്കണം, അവൻ വളർന്നുകൊണ്ടിരിക്കണം, അവൻ പ്രകാശിച്ചു കൊണ്ടിരിക്കണം. അതിനാവശ്യമായ ദൈവത്തിന്റെ വചനം ഓരോ ദിവസവും ഭക്ഷിക്കണം. ഹല്ലേലൂയ. എന്തിനാ കൂടെ കൂടെ ഉപവാസ പ്രാർത്ഥന? എന്തിനാ കാത്തിരിപ്പ് യോഗം? എന്തിനാ സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥന? എന്തിനാ സഹോദരിമാർക്ക് വേണ്ടി പ്രാർത്ഥന? എന്തിനാ യൗവനക്കാർക്ക് വേണ്ടി പ്രാർത്ഥന? ഇത് പുറമെയുള്ള മനുഷ്യന്റെ ഭംഗി കൂട്ടുന്നതല്ല, അകമേയുള്ള മനുഷ്യനെ ജീവിപ്പിക്കുന്നത്. ഹല്ലേലൂയ. ശീമോൻ യേശുവിനെ വിളിച്ചെങ്കിലും തൻ്റെ ഹല്ലേലൂയ കഴിവുകളെ പ്രദർശിക്കുവാൻ വേണ്ടി വിളിച്ചു. ആമേൻ. താൻ എത്ര വലിയവനെന്ന് കാണിക്കുവാൻ വേണ്ടി വിളിച്ചു. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, നിന്റെ പണം കാണുവാനല്ല യേശു നിന്റെ വീട്ടിൽ വന്നത്, നിന്റെ ആഡംബര വസ്തു കാണുവാനല്ല യേശു നിന്റെ വീട്ടിൽ വന്നത്, നീ കൊടുക്കുന്ന ആമേൻ ആഹാരം കടിച്ചു പോകുവാനല്ല യേശു നിന്റെ വീട്ടിലേക്ക് വന്നത്. യേശു നിന്റെ വീട്ടിലേക്ക് വന്നത് നിന്നോട് സംസാരിക്കുവാൻ, നിന്റെ പ്രശ്നത്തിന് പരിഹാരം വരുത്തുവാൻ, നിന്റെ വിഷയത്തിന്റെ നടുവിൽ ഇടപെടുവാൻ. എന്നാൽ യേശുവിനെ കൈക്കൊണ്ട് ഏതോ ഒരു മൂലയിൽ ഇരുത്തിയിട്ട് ശീമോൻ ആമേൻ വന്ന ഉന്നതന്മാരുടെ പുറകിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ പാപിയായ ഒരു സ്ത്രീ, ആമേൻ സമൂഹത്താൽ തള്ളപ്പെട്ടവളായ ഒരു സ്ത്രീ യേശുവിന്റെ കാൽക്കൽ വന്നിരിക്കുകയാണ്. കാൽക്കൽ വന്നിരുന്നിട്ട് അവൾ കരയുന്നു, അവൾ കരയുന്നു, അവൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നു, നിർത്താതെ കരയുന്നു. ഹല്ലേലൂയ. ആമേൻ. ഞാൻ ചിന്തിക്കുന്നു, മനുഷ്യൻ കരഞ്ഞാൽ അല്പം കണ്ണുനീര് വരും. എന്നാൽ അവൾ കരഞ്ഞു. അവളുടെ കണ്ണുനീര് കൊണ്ട് യേശുവിന്റെ പാദം കഴുകത്തക്ക നിലയിൽ അവൾക്ക് കണ്ണുനീരുണ്ടായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ ഞാൻ ചിന്തിക്കുന്നു, അവളുടെ ജീവിതത്തിൽ അത്രയ്ക്ക് ഭാരം, അത്രയ്ക്ക് പ്രയാസം, അത്രയ്ക്ക് ദുഃഖം. ഹല്ലേലൂയ. അവൾ ചിന്തിച്ചു, യേശുവിന്റെ കാൽ ഈ ശീമോൻ കഴുകിയില്ല, യേശുവിന്റെ പാദം ഈ ശീമോൻ ചുംബിച്ചില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സഭയ്ക്കകത്ത് നാം വന്നിരിക്കുന്നു, ആരാധനയിൽ നാം സംബന്ധിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. ഏതോ നേർച്ചയിട്ടിട്ട് പോകുവാൻ വന്നവർ
വന്നവരല്ല, ഏതോ പണം കൊടുത്തിട്ട് പോകുവാൻ വന്നവരല്ല, ഏതോ കാഴ്ച കണ്ടിട്ട് പോകുവാൻ വന്നവരല്ല. യേശുവിന്റെ പാദത്തെ ചുംബിക്കണം, യേശുവിന്റെ പാദത്തെ കണ്ണുനീര് കൊണ്ട് കഴുകണം. ആമേൻ. ഈ കണ്ണുനീര് യേശുവിന്റെ കാലിൽ വീഴണമെങ്കിൽ ആമേൻ നമ്മുടെ ഹൃദയങ്ങൾ തകർക്കപ്പെടണം. നുറുങ്ങിയ ഒരു ഹൃദയം നമുക്ക് വേണം. മനസ്സ് തകരണം. തകർക്കപ്പെട്ട ഒരു മനസ്സുണ്ടെങ്കിൽ മാത്രമേ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരത്തുള്ളൂ. ഹല്ലേലൂയ, ആമേൻ. കണ്ണിൽ നിന്ന് കണ്ണുനീര് വീണാൽ കർത്താവ് പറയും, ഞാൻ നിന്റെ കണ്ണുനീര് കണ്ടു, നിന്റെ പ്രാർത്ഥന ഞാൻ കേട്ടു. പ്രിയപ്പെട്ടവരെ, നമ്മെ നോക്കി ദൈവത്തിന് പറയുവാൻ കഴിയുമോ? നിന്റെ കണ്ണുനീര് ഞാൻ കണ്ടിരിക്കുന്നു, നിന്റെ പ്രാർത്ഥന ഞാൻ കേട്ടിരിക്കുന്നു. ഇന്ന് പകൽക്കാലം കണ്ണുനീര് കാണുന്നവനായ ദൈവം നമ്മുടെ മുൻപിൽ കടന്നു വന്നിരിക്കുന്നു. ഹല്ലേലൂയ. ഈ മറിയയെ, ഈ പാപിയായ സ്ത്രീയെ ലോകം വ്യത്യസ്തമായി ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ആമേൻ മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ വായിക്കേണ്ട സമയക്കുറവ് കൊണ്ട് ആമേൻ ഹല്ലേലൂയ അവൾ കരയുകയാണ്. കണ്ണുനീര് കൊണ്ട് യേശുവിൻ്റെ കാല് കഴുകി. ഒരു സ്ത്രീക്ക് ഏറ്റവും മാന്യത നൽകുന്നത് അവളുടെ മുടി. തൻ്റെ തലമുടി കൊണ്ട് അവൾ യേശുവിൻ്റെ കാലെ തുടയ്ക്കാനിടയായി. തുടച്ചത് മാത്രമല്ല, അവൾ സ്വരൂപിച്ചു വച്ചിരുന്ന ഒരു വിലയേറിയ പാത്രം, ആ പാത്രത്തിൻ്റെ അകത്ത് ആമേൻ കാലങ്ങളായി തനിക്ക് ലഭിച്ച ഒരു അവകാശം, അല്ലെങ്കിൽ തനിക്ക് ലഭിച്ച ഒരു സ്വത്ത് അതിൻ്റെ അകത്തുണ്ട്, അല്ലെങ്കിൽ നിക്ഷേപം അതിൻ്റെ അകത്തുണ്ട്. ഇപ്പോൾ അവൾ തൻ്റെ ആ പാത്രമൊന്ന് ഉടച്ചു. ആ പാത്രം ഉടച്ചപ്പോൾ അകത്തിരുന്ന ആ ഹല്ലേലൂയ സ്വച്ഛ ജഡ മാംസ തൈലമെന്ന് പറയുന്ന സൗരഭ്യവാസന പടർത്തുന്ന ആ തൈലം പുറത്തു വന്നപ്പോൾ അതുകൊണ്ട് യേശുവിനെ ഒന്ന് അഭിഷേകം ചെയ്തു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പ്രിയപ്പെട്ടവരെ, ആർക്കെല്ലാം അനുഗ്രഹം വേണം, ആരെല്ലാം ലോകത്തിന് ഒരു അനുഗ്രഹമായി തീരണം, ഞാൻ എൻ്റെ ദേശത്തിന് വെളിച്ചമായി തീരണമെന്ന് ആഗ്രഹിക്കുന്നു, ഞാൻ ഭൂമിക്കുപ്പായി മാറണമെന്ന് ആഗ്രഹിക്കുന്നു, എന്നിലൂടെ എൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നു എന്നാരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ആഗ്രഹം മാത്രം പോരാ, നിന്റെ ഹൃദയമെന്ന് പറയുന്ന ഈ മൺപാത്രം ഉടയ്ക്കപ്പെടണം. ഹല്ലേലൂയ, ആമേൻ. ഈ പാത്രം ഉടയ്ക്കപ്പെടാത്തവരെ നിന്റെ അകത്ത് നിന്ന് ഒരു സൗരഭ്യവാസന പുറത്ത് വരത്തില്ല. ആമേൻ. ദേശത്തിൻ്റെ നടുവിൽ ഉപയോഗിക്കപ്പെടുന്ന കർത്തദാസന്മാരാകട്ടെ, ആമേൻ, വേദപുസ്തകത്തിൻ്റെ താളുകൾ മറിക്കുമ്പോൾ ആമേൻ ദൈവത്തിന് വേണ്ടി ആമേൻ പ്രയോജനപ്പെട്ട ദൈവ പൈതങ്ങളാകട്ടെ, അവരുടെ ജീവിതം പരിശോധിച്ചാൽ തകർക്കപ്പെട്ടവർ, ഉടയ്ക്കപ്പെട്ടവർ, നിന്ദിക്കപ്പെട്ടവർ, തള്ളപ്പെടുത്തപ്പെട്ടവർ, ഒറ്റപ്പെടുത്തപ്പെട്ടവർ, ആർക്കും വേണ്ടാത്തവരായി പുറം പരമ്പുകളിൽ എറിയപ്പെട്ടവർ, ഇന്ന് പകൽക്കാലം ആരും കാണാത്ത നിന്റെ കണ്ണുനീർ കാണുന്ന നല്ലവനായ കർത്താവ് നമ്മുടെ നടുവിൽ കടന്നു വന്നിരിക്കുന്നു. എന്തുകൊണ്ടാണെന്നറിയാമോ? ഉടയ്ക്കപ്പെട്ടവരെ അവൻ കാണുന്നത് 2000 വർഷങ്ങൾക്ക് മുൻപ് അവൻ നമുക്ക് വേണ്ടി ഉടയ്ക്കപ്പെട്ടു, അവൻ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടു. അവന്റെ സൗന്ദര്യം, ആമേൻ, അവന്റെ രൂപം സകലതും തകർക്കപ്പെട്ടു. സൗന്ദര്യത്തിന്റെ പൂർണ്ണവാനായ കർത്താവ്, ആമേൻ, ഒരു കുറവുമില്ലാത്ത കർത്താവ്, ഒരു മാലിന്യവുമില്ലാത്ത കർത്താവ്, ഒരു കറയുമില്ലാത്ത ദൈവം, ഒരു ചുരുക്കവുമില്ലാത്ത ദൈവം എനിക്ക് വേണ്ടി 2000 വർഷങ്ങൾക്ക് മുൻപ് അവൻ തകർക്കപ്പെട്ടു. ഹല്ലേലൂയ. ചാട്ടവാറുകൾ കൊണ്ട് യേശുവിനെ അടിച്ചു. ആമേൻ. ഹെരോദാസിന്റെ അരമനയിൽ, പിലാത്തോസിന്റെ അരമനയിൽ, മഹാപുരോഹിതന്റെ അരമനയിൽ മാറി മാറി ഒരു കുറ്റവാളിയെ എന്നതുപോലെ അവൻ ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ വാദിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആമേൻ. ഓരോരുത്തരും വാദിച്ചു, തങ്ങളുടെ വാദങ്ങളെല്ലാം പറഞ്ഞു. ആമേൻ. കള്ളസത്യം പറയുന്നവരെ എഴുന്നേൽപ്പിച്ച് നിർത്തി. ഇവൻ മഹാകള്ളൻ എന്ന് പറഞ്ഞു. ആമേൻ.
ആമേൻ, ഇവൻ ഹല്ലേലൂയ സ്തോത്രം ക്രൂശിക്കപ്പെടണമെന്ന് അവർ നിലവിളിച്ചു. എന്നാൽ സകലരും വിധിച്ചിട്ട് ഒരു കാര്യം പറഞ്ഞു. പിലാത്തോസ് പറഞ്ഞു, ഇവനിൽ ഞാൻ ഒരു കുറ്റവും കാണുന്നില്ല. ഹേരോദാസ് പറഞ്ഞു, ഇവനിൽ ഞാൻ ഒരു കുറ്റവും കാണുന്നില്ല. അവൻ എന്തിന് ശത്രുവായ പിശാച് വിളിച്ച് പറഞ്ഞു, ഇവൻ ദൈവത്തിൽ നിന്ന് വന്ന പരിശുദ്ധൻ. എന്നാൽ ഈ പരിശുദ്ധനായ ദൈവം, കുറ്റമില്ലാത്തവൻ, ഒരു പാപവും ചെയ്യാത്തവൻ, എന്തിനു വേണ്ടി തകർക്കപ്പെട്ടു? എനിക്ക് വേണ്ടി, നിനക്ക് വേണ്ടി, മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി യേശുവിനെ തകർത്തു. ഹല്ലേലൂയ. കുറ്റമില്ലെന്ന് കണ്ടവർ യേശുവിനെ വെറുതെ വിട്ടില്ല. യേശുവിന്റെ കയ്യും കാലും കൂട്ടിക്കെട്ടി ആമത്തിൽ കെട്ടി, ആമേൻ, വലത്തു ഭാഗത്തും ഇടത്തു ഭാഗത്തും ചാട്ടകളേന്തിയ പടയാളികളെ നിർത്തി അവർ ചാട്ടവാറ് കൊണ്ട് യേശുവിനെ അടിച്ചപ്പോൾ ഓരോ അടിയും ശരീരത്തിൽ വീണ്, ആമേൻ, മാംസ കഷ്ണങ്ങൾ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, പിഴുതെടുത്തുകൊണ്ട് കടന്നു വരുമ്പോൾ വേദന കൊണ്ട് പുടഞ്ഞു. എന്നാലും യേശു ഹല്ലേലൂയ തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ആർക്കും മനസ്സലിവ് തോന്നിയില്ല. എന്തിന് പിതാവായ ദൈവം പോലും യേശുവിന്റെ മുഖം നോക്കാതെ തിരിഞ്ഞു നിന്നതായ ഒരു സമയം. അതുകൊണ്ടാണ് ക്രൂസിൽ കിടന്ന കർത്താവ് ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്നെ കൈവിട്ടത് എന്തിനാണെന്നറിയാമോ? നമ്മുടെ വേദനകളെ ചുമക്കുവാൻ, നമ്മുടെ രോഗങ്ങളെ ചുമക്കുവാൻ അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് ദൈവം സൗഖ്യം വരുത്തുന്നു. ഹല്ലേലൂയ. ചാട്ടവാർ കൊണ്ട് അടിച്ചിട്ട് നിർത്തിയില്ല. ആമേൻ, ഹല്ലേലൂയ. അവന്റെ തലയിൽ മുള്ളുകൊണ്ടുണ്ടാക്കിയ ഗ്രീഡം വച്ചു, അടിച്ചു, മുഖത്ത് കാർക്കിച്ച് തുപ്പി, ഹല്ലേലൂയ, ചെവിടത്ത് അടിച്ചു, ആമേൻ, പരിഹസിച്ചു, നിന്ദിച്ചു. എന്നിട്ടും ആമേൻ, ഈ മൃഗങ്ങൾക്ക്, ആമേൻ, ഈ പടയാളികൾക്ക്, ഈ യഹൂദന്മാർക്ക് യേശുവിനോടുള്ള വിരോധം തീർന്നില്ല. യേശുവിനെ കൊണ്ട് ഭാരമുള്ള മരക്കുരിശ് ചുമപ്പിച്ചു. യേശു എന്ന പാത്രം തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. യേശു എന്ന പാത്രം ഉടയ്ക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. യേശുവിൻ്റെ ശരീരം തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അസ്ഥികളെല്ലാം വേദന കൊണ്ട് നിറയുന്നു. ആമേൻ, ക്രൂശ് ചുമക്കുവാൻ കഴിയാതെ, ആമേൻ, താഴെ വീണ്ടും എഴുന്നേറ്റും യേശു നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ മാസം ദൈവം നമുക്ക് നൽകിയ ദൂത് ആലോചന വേഗത്തിൽ ഞാൻ പറയട്ടെ. ക്രിസ്തു യേശുവിൽ നാം ടുന്ന പ്രയത്നങ്ങൾ അത് വ്യർത്ഥമായി പോകത്തില്ല, അത് വൃഥാവായി പോകത്തില്ല. ആമേൻ. കാരണം എന്തെന്നറിയാമോ? ഈ ക്രൂശ് ചുമന്നുകൊണ്ട് പോകുമ്പോൾ ഒരു കുറനക്കാരനായ ശീമോനെ കണ്ടു, നിർബന്ധിച്ചു. യേശുവിന്റെ ക്രൂശ് ചുമക്കുവാൻ അവനെ നിർബന്ധിച്ചു. എന്നാൽ ഹല്ലേലൂയ 12 ശിഷ്യന്മാരുണ്ട്. ആമേൻ. മരിച്ചവരിൽ നിന്ന് ആമേൻ ഉയർത്തെഴുന്നേറ്റ ലാസർ ഉണ്ട്. ആമേൻ. മകളെ ആമേൻ ജീവനോട് ലഭിച്ച ഒരു ഐറോസ് ഉണ്ട്. ആമേൻ, ഹല്ലേലൂയ. ആമേൻ. നായിൻ പട്ടണത്തിലെ വിധവയുടെ മകനുണ്ട്. എത്രയോ കണ്ണുകളെ യേശു സൗഖ്യമാക്കി, എത്രയോ പേർക്ക് ആഹാരം കൊടുത്തു, എത്രയോ മഹാ അത്ഭുതങ്ങൾ ചെയ്തു. അത്ഭുതം പ്രാപിച്ച ആരും യേശുവിന്റെ ക്രൂശ് ചുമക്കുവാൻ വന്നില്ല. ഇന്ന് പകൽക്കാലം ഈ ദൂത് വിളിച്ച് കേൾക്കുമ്പോൾ ഒന്ന് ചിന്തിക്കണം. നിന്റെ ജീവിതത്തിൽ യേശു അത്ഭുതം ചെയ്തിട്ടില്ലേ? ഇന്ന് ഒരു സാക്ഷ്യം പറയുവാൻ നിനക്ക് മനസ്സുണ്ടായില്ല. യേശു ചെയ്ത നന്മയെ നിനക്ക് ഒരു നിമിഷം ആലയത്തിൽ എഴുന്നേറ്റ് സാക്ഷ്യം പറയുവാൻ കഴിഞ്ഞില്ല. അന്നും ഇത് തന്നെയാണ്, ഇന്നും ഇത് തന്നെയാണ്. യേശു ചെയ്ത നന്മകളെ മറ്റൊരു വ്യക്തിയോട് പറയുവാൻ മനസ്സില്ല. യേശുവിന്റെ ഭാരക്കുരിശ് ചുമക്കുവാൻ കഴിയുന്നില്ല. എന്നാൽ ഒരു കുറേക്കാരൻ വയലിൽ നിന്ന്, കൃഷി സ്ഥലത്ത് നിന്ന് കടന്നു വരുമ്പോൾ ആ മരക്കുരിശിന്റെ ഒരു അറ്റം അവൻ പിടിച്ചെങ്കിൽ അവനെയും അവന്റെ തലമുറകളെയും ദൈവം അനുഗ്രഹിച്ചു. ഇന്ന് പകൽക്കാലം യേശുവിന്റെ കഷ്ടതയിൽ ആരെങ്കിലും പങ്കാളികൾ ആകുന്നുണ്ടെങ്കിൽ അവരെ ദൈവം വ്യർത്ഥമായി വിടത്തില്ല. ദൈവനാമത്തിന് വേണ്ടി നീ അനുഭവിക്കുന്നത് ദൈവം മറന്നു കളയുവാൻ അനീതിയുള്ളവൻ അല്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ ആമേൻ ഇതിൻ്റെ മുമ്പിലുള്ള ആലയമല്ല, അതിൻ്റെ മുൻപിലുണ്ടായിരുന്ന സീറ്റിട്ട ആലയം. ആ ആലയത്തിൽ പ്രിയ ദൈവദാസന്റെ പിതാവ് പലപ്പോഴും വന്നിട്ടുണ്ട്. ആമേൻ,
ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ചയിൽ കൂടെ ഞങ്ങൾ ആ സാക്ഷ്യം പറഞ്ഞു. ആമേൻ. ഹല്ലേലൂയ. സാധാരണമായ ഒരു മനുഷ്യനല്ല അത്. ആമേൻ. സുവിശേഷത്തിന് വേണ്ടി നിന്ദകൾ അനുഭവിച്ച ഒരു മനുഷ്യൻ, സുവിശേഷത്തിന് വേണ്ടി ആ കാലഘട്ടത്തിൽ ഇന്ത്യ മുഴുവനും സഞ്ചരിച്ച ഒരു ദൈവത്തിൻ്റെ അഭിഷക്തൻ. ഹല്ലേലൂയ. അദ്ദേഹത്തിന് മൈക്ക് സെറ്റില്ല, അദ്ദേഹത്തിന് പണമില്ല, എന്നാൽ ഒന്ന് ചെയ്യും, എവിടെയെങ്കിലും കവലകളിൽ പോയി തലകുത്തി നിൽക്കുമ്പോൾ ആൾക്കാർ വന്നുകൂടുമ്പോൾ യേശുവിനെ കുറിച്ച് പറയും. താൻ ഉടയ്ക്കപ്പെടുമ്പോൾ യേശുവിനെ ഉയർത്തുകയാണ്. നിങ്ങൾക്കറിയാമോ, വനത്തിൽ കൂടെ അദ്ദേഹം കടന്നുപോയപ്പോൾ ആന അദ്ദേഹത്തെ വിരട്ടി ആനയ്ക്ക് മുൻപിൽ ഓടാതെ, ആനയ്ക്ക് മുൻപിൽ ധൈര്യമായി നിന്നിട്ട് ഹല്ലേലൂയ എന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ തന്നെ തകർക്കുവാൻ വന്ന ആന വിരണ്ടു ഓടി. ഇന്ന് പകൽക്കാലം എത്ര പേർ മനസ്സിലാക്കുന്നുണ്ട്? ആമേൻ. യേശുവിൻ്റെ വചനം വെറുതെ അല്ല. ആമേൻ. പാമ്പുകളെ, തേളുകളെ ചവിട്ടുവാൻ ആമേൻ ശക്തി നൽകിയ ദൈവത്തിൻ്റെ വചനം. പലപ്പോഴും അദ്ദേഹത്തിൻ്റെ താടിമുടിയെ പലരും വലിച്ചു കീറിയിട്ടുണ്ട്, തലമുടികളെ വലിച്ചു കീറിയിട്ടുണ്ട് സുവിശേഷത്തിന് നിമിത്തം. ആമേൻ. എന്നാലും ലജ്ജിച്ചു പോയില്ല. അന്ത്യം വരെ കർത്താവിന് വേണ്ടി നിന്നു. ഈ മരിനായ ദൈവദാസൻ വന്നപ്പോൾ എന്തുകൊണ്ട് സമയം കൊടുത്തെന്നറിയാമോ? ഒരു തലമുറ ദൈവത്തിന് വേണ്ടി നിന്നു. ആ തലമുറയ്ക്കകത്ത്, ആ ഉടയ്ക്കപ്പെട്ട പാത്രത്തിന്റെ അകത്ത് ചില നിക്ഷേപങ്ങളെ ദൈവം കരുതി വച്ചിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം നീ ദൈവത്തിന് വേണ്ടി നിന്നാൽ, നീ ദൈവത്തിന് വേണ്ടി നിന്ദ അനുഭവിച്ചാൽ, ദൈവത്തിന് വേണ്ടി കഷ്ടത അനുഭവിച്ചാൽ, തലമുറകളെ മാനിക്കുന്ന നല്ലവനായ ദൈവമുണ്ട്. കരമുയർത്തി കർത്താവിനെ സ്തുതിക്കാമോ? ആമേൻ. ഒരു പത്രോസ് യേശുവിന് വേണ്ടി ഉടയ്ക്കപ്പെട്ടു. ഒരു യോഹന്നാൻ യേശുവിന് വേണ്ടി ഉടയ്ക്കപ്പെട്ടു. ഒരു ദാവീദ് യേശുവിന് വേണ്ടി ഉടയ്ക്കപ്പെട്ടവരെല്ലാം തകർന്നു പോയില്ല. ഉടയ്ക്കപ്പെട്ടവർ ദൈവത്തിന് വേണ്ടി പ്രകാശിക്കുന്നവരായി മാറി. ആമേൻ. അതുകൊണ്ടാണ് കൊരിന്ത്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, ആമേൻ, ഹല്ലേലൂയ, നീ വിതയ്ക്കുന്നത് ചത്താൽ അല്ലെങ്കിൽ അത് ജീവിക്കത്തില്ല. ആമേൻ. വിത്ത് വിതയ്ക്കപ്പെടുമ്പോൾ അതിൻ്റെ പുറമെയുള്ളതല്ല ചത്തുപോകുന്നു, മണ്ണോടുകൂടെ പോകുന്നു. എന്നാൽ അതിൻ്റെ അകത്തുള്ള ജീവനുള്ള വിത്ത് അത് കിളിർത്തു വരുമ്പോൾ പല വിത്തുകളായല്ല, പല ഫലങ്ങളായത് പുറത്തു വരും. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആമേൻ, എനിക്ക് എന്ന് ജീവിക്കാതെ ഒരു പാപിയായ സ്ത്രീയെ പോലെ തനിക്കുള്ളതിനെ യേശുവിന്റെ കാൽക്കൽ ഉടയ്ക്കുവാൻ തീരുമാനിച്ചാൽ ഒരു സൗരഭ്യ വാസന ഭവനത്തിന്റെ അകത്ത് അത് വെളിപ്പെടും. ആ സൗരഭ്യ വാസന ദേശത്തിന്റെ അകത്ത് വെളിപ്പെടും. ഇന്ന് പകൽക്കാലം ആലയത്തിൽ സൗരഭ്യ വാസന വെളിപ്പെടട്ടെ. ഇന്ന് പകൽക്കാലം നമ്മുടെ ദേശത്തിൽ സൗരഭ്യ വാസന വെളിപ്പെടട്ടെ. ഇന്ന് പകൽക്കാലം സകല അന്ധകാര ബന്ധനങ്ങളും അടിയട്ടെ, സകല ഇരുട്ടിന്റെ വ്യാപാരങ്ങളും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അടിയട്ടെ. ഇന്ന് പകൽക്കാലം എത്ര പേർ സമർപ്പിക്കും? എന്നെ തകർക്കുവാൻ ഞാൻ സമ്മതിക്കുന്നു, എൻ്റെ ജീവിതം ഉടയ്ക്കപ്പെടുവാൻ ഞാൻ സമ്മതിക്കുന്നു. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ എൻ്റെ ജീവിതം ഉടയ്ക്കപ്പെട്ടതിനായി സ്തോത്രം. എൻ്റെ ജീവിതം നിന്ദകളിൽ കൂടെ പോയതിനായി സ്തോത്രം. എൻ്റെ ജീവിത കണ്ണുനീരിൽ കൂടെ പോയതിനായി സ്തോത്രം. എൻ്റെ ജീവിതത്തെ കർത്താവ് ഉടച്ചതിനായി സ്തോത്രം. ഹല്ലേലൂയ. ഉടയ്ക്കപ്പെട്ടവർക്ക് കണ്ണുനീര് വരും. ഉടയ്ക്കപ്പെട്ടവർക്ക് മറ്റുള്ളവരുടെ വേദന അറിയാൻ പറ്റും. തകർക്കപ്പെട്ടവർക്ക് മറ്റുള്ളവരുടെ ഭാരം അറിയാം. തകർക്കപ്പെട്ടവർക്ക് ആത്മഭാരം വരത്തുള്ളൂ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഈ ഹല്ലേലൂയ 2022 4 മാസം 3 തീയതി ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. ചിലരുടെ കൺപട്ട് ഷോണിൽ നിന്ന് ദൈവം പുറത്തു കൊണ്ടുവരണം. ചിലർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആമേൻ നല്ല കാലങ്ങളില്ല, നല്ല അനുഗ്രഹം എന്ന് പറയുന്ന ആമേൻ മെത്തയിലിരിക്കുന്ന ഇടത്ത് നിന്ന് ദൈവം വെളിയിൽ കൊണ്ടുവന്നാലേ ആമേൻ ഉടയ്ക്കപ്പെടത്തുള്ളൂ. ഉടയ്ക്കപ്പെടുന്നവരെ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടത്തുള്ളൂ. ഹല്ലേലൂയ. ഒന്നിൽ കഴിഞ്ഞ കാലങ്ങളിൽ
കരങ്ങളിൽ ഉടയ്ക്കപ്പെട്ടിരിക്കണം. ഇല്ല എങ്കിൽ ഈ 4-ാം മാസം ദൈവം ചിലരെ ഉടയ്ക്കുവാൻ പോകുകയാണ്. ചില കുടുംബങ്ങളെ ദൈവം ഉടയ്ക്കുവാൻ പോകുകയാണ്. ചില ഹല്ലേലൂയ വ്യക്തി ജീവിതങ്ങളെ ദൈവം ഉടയ്ക്കുവാൻ പോകുകയാണ്. എന്തിനാണ്? നിന്നെ തകർക്കുവാനല്ല. ഉടയ്ക്കപ്പെടുമ്പോൾ ചില സ്വസ്ഥ ജഡമാംസി തൈലം പോലുള്ള വിലയേറിയ തൈലം അകത്തു നിന്ന് പുറത്തു വരണം. ഹല്ലേലൂയ. ആമേൻ. രോഗം കൊണ്ട് ഉടയ്ക്കപ്പെടാം, സാമ്പത്തിക ഞെരുക്കം കൊണ്ട് ഉടയ്ക്കപ്പെടാം, ജീവിതത്തിലെ പ്രശ്നങ്ങൾ കൊണ്ട് ഉടയ്ക്കപ്പെടാം. ഉടയ്ക്കപ്പെടുമ്പോൾ വല്ലവരെയും തപ്പിപ്പോകരുത്. ഉടച്ച കർത്താവിന്റെ പാദപീഠത്തിൽ ഇരുന്നാൽ അവൻ പണിയും. ഹല്ലേലൂയ. ആ വീട്ടിന്റെ അകത്ത് പലരും ഉണ്ടായിരുന്നു. യേശുവിന്റെ ശിഷ്യന്മാരുണ്ടായിരുന്നു. എന്തിന്? കണക്ക് പറയുന്ന യൂദാസ് ഉണ്ടായിരുന്നു. ആമേൻ. ഹല്ലേലൂയ. യേശുവിനെ ക്ഷണിച്ച ആമേൻ ശിമിയോൻ ഉണ്ടായിരുന്നു. എന്നാൽ യേശു ആരെയും അപ്രീഷിയേറ്റ് ചെയ്തില്ല. ഒരു സഹോദരിയെ മാത്രം അഭിനന്ദിച്ചു. അതാരെയാണെന്നറിയാമോ? തൻ്റെ ജീവിതം ഉടച്ചവളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലർക്കെല്ലാം ഹല്ലേലൂയ യേശുവിന് വേണ്ടി ചെലവാക്കുന്നത് അത് പാൽ ചെലവ് പോലെ തോന്നും. പ്രിയപ്പെട്ടവരെ, ഒന്ന് പറയട്ടെ, നീ യേശുവിൻ്റെ പാദത്ത് സമയം ചെലവഴിച്ചാൽ അത് പാൽ ചെലവല്ല. യേശുവിന് വേണ്ടി അധിക ദൂരം നടന്നാൽ അത് പാൽ ചെലവല്ല. യേശുവിന് വേണ്ടി അധികം സംസാരിച്ചാൽ അത് പാൽ ചെലവല്ല. യേശുവിന് വേണ്ടി അധികം കൊടുത്താൽ അത് പാൽ ചെലവല്ല. ലോകത്തിന് വേണ്ടി ചെലവ് ചെയ്തതല്ല നഷ്ടമായി മാറുമ്പോൾ എൻ്റെ ദൈവത്തിന് വേണ്ടി ചെലവ് ചെയ്തത് ഇവിടെയും ഫലമുണ്ട്, സ്വർഗത്തിൽ നിത്യതയിലും ഫലമുണ്ട്. എത്ര പേർ വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. എന്നെ തകർക്കണമേ, എന്നെ പണിയണമേ, എന്നെ ഒരു സൗരഭ്യ വാസന ഉള്ളവനായി, ആമേൻ, ദൈവത്തിന് വേണ്ടി ഉപയോഗമുള്ളവനായി എന്നെ ഒന്ന് മാറ്റണമേ. ആഗ്രഹിക്കുന്നവർ എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ വലിയ സാന്നിധ്യം നമ്മുടെ മേൽ വെളിപ്പെടുമാറാകട്ടെ. എല്ലാവരും പ്രാർത്ഥനയ്ക്ക് വേണ്ടി തലകളെ ദൈവസന്നിധിയിലേക്ക് വണക്കാം. ഓ റബശാന്തുരി അലരകദനമന റീഗദന ശാന്തുലി അക്കരദനമന. സ്വർഗീയ പിതാവേ, അങ്ങയുടെ പാദപീഠത്തിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു. ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് ദൈവം നൽകിയ ഈ മനോഹരമായ ആരാധനയ്ക്കായി സ്തോത്രം. ഇന്ന് പകൽക്കാലം ഈ പ്രാർത്ഥന ആലയത്തിൽ വെളിപ്പെടുമ്പോൾ രോഗക്കിടക്കയിൽ കിടക്കുന്നവരെ ദൈവം സൗഖ്യമാക്കണം, ബന്ധിക്കപ്പെട്ടവരെ ദൈവം വിടുവിക്കണം. ഹല്ലേലൂയ. അന്ധകാര ശക്തികളാൽ, പാപ പാരമ്പര്യ ശക്തികളാൽ ബന്ധിക്കപ്പെട്ടതിനെ ദൈവം വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഞങ്ങളെ തന്നെ തകർക്കണമേ, ഞങ്ങളുടെ ഹൃദയങ്ങൾ തകർക്കപ്പെടണമേ, ഞങ്ങളുടെ മനസ്സിനെ ഒന്ന് ഉടയ്ക്കണമേ. നുറുങ്ങിയ ഒരു ഹൃദയത്തെ ഞങ്ങൾക്ക് തരണമേ, മനസ്സലിവുള്ള ഒരു ആത്മാവിനെ ഞങ്ങൾക്ക് തരണമേ. ആ സ്ത്രീ ആമേൻ തൻ്റെ വലിയ ആമേൻ സമ്പാദ്യം യേശുവിൻ്റെ കാൽക്കൽ ഉടച്ച് ആ ഭവനത്തിൻ്റെ അകത്ത് സൗരഭ്യ വാസന വെളിപ്പെടുത്തിയതുപോലെ ഈ കാലഘട്ടങ്ങളിൽ ഞങ്ങൾ മുഖാന്തരം ദേശത്തിൽ ദൈവനാമം ഉയർത്തപ്പെടേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സമർപ്പിക്കുന്നവർ കണ്ണുകളടയ്ക്കാം, കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്താം. അപ്പാ, എന്നെ സമർപ്പിക്കുന്നു. അപ്പാ, എന്നെ സമർപ്പിക്കുന്നു. എൻ്റെ ദേഹം, ദേഹി, ആത്മാവിനെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. കണ്ണുകൾ അടയ്ക്കുക. ചില ശരീരങ്ങളിൽ അന്ധകാരത്തിൻ്റെ ശക്തികൾ ബന്ധിച്ച് കെട്ടിവച്ചിരിക്കുന്നു. ചില ശരീരങ്ങൾ, ചില കുടുംബങ്ങൾ പൈശാചികമായ ബന്ധനങ്ങളാൽ ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണ്. നീ യേശുവിന് വേണ്ടി എഴുന്നേൽക്കുവാൻ, വേദപുസ്തകം വായിക്കുവാൻ, ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ കഴിയാതെ മനസ്സിനെ, ഹൃദയത്തെ ബന്ധിച്ചു കെട്ടി വച്ചിരിക്കുക. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം വെറുതെ വന്നു പോകുന്നവരായിട്ടല്ല, വിടുതൽ പ്രാപിച്ചവരായി മടങ്ങിപ്പോകണം. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാമോ? എന്നെ ഒന്ന് തൊടണമേ കർത്താവേ. ഹല്ലേലൂയ. കഴിഞ്ഞ കാലങ്ങളിൽ എന്നെ ഉടച്ചതിനായി സ്തോത്രം, എന്നെ ഉടച്ചതിനായി സ്തോത്രം, എന്നെ തകർത്തതിനായി സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ശോധനയിൽ എന്നെ കൈവിട്ടു പോകുന്നവനല്ല ദൈവം, യേശു. ഹല്ലേലൂയ. ശോധനയിൽ കടന്നു പോകുന്നവർക്കെല്ലാം സഹായിയായി അടുത്തു വരുന്നവനാണ് യേശു. ഹല്ലേലൂയ. ആമേൻ. നിന്നെ തകർക്കുവാൻ, നിന്നെ മുടിക്കുവാൻ അല്ല ഈ ശോധന, നിന്നെ പണിതെടുത്ത് ഒരു
പൊന്നായി മാറ്റുവാൻ. ഹല്ലേലൂയ. ഈ 4 മാസം ചില ജീവിതങ്ങളെ കർത്താവ് രൂപാന്തരപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ചിലരെ വിടുവിക്കുവാൻ കർത്താവ് ഇറങ്ങി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. തകർക്കപ്പെട്ട കുടുംബ ജീവിതമാണോ ഇന്ന് കർത്താവെ ഒന്നുകൂടെ പണിയണമേ എന്ന് പ്രാർത്ഥിക്ക്. ഹല്ലേലൂയ. തകർക്കപ്പെട്ട യൗവനക്കാരുടെ ജീവിതമാണോ ഒന്നുകൂടെ പണിയണമേ എന്ന് പ്രാർത്ഥിക്ക്. ഹല്ലേലൂയ. കർത്താവെ അങ്ങയ്ക്ക് വേണ്ടി അധികം ചെയ്യുവാൻ എന്നെ സഹായിക്കണം. വിളിക്കപ്പെട്ടവരുണ്ട്, ക്ഷണിക്കപ്പെട്ടവരുണ്ട്, ഉന്നതന്മാരുണ്ട്. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് പേരിന് വേണ്ടി കൊടുക്കുന്നവരെ അല്ല, സ്നേഹം കൊണ്ട് കൊടുക്കുന്നവരെ. ഈ സ്ത്രീ കൊടുത്തത് പേരിന് വേണ്ടിയല്ല, പ്രശസ്തിക്ക് വേണ്ടിയല്ല. തൻ്റെ സമ്പാദ്യം മുഴുവനും യേശുവിൻ്റെ കാൽക്കൽ അവൾ വെച്ചതിൻ്റെ കാരണം എന്തെന്നറിയാമോ? യേശുവിനോടുള്ള ആഴമായ സ്നേഹം കൊണ്ട്. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ ദൈവത്തോട് സ്നേഹമുള്ളവർ കൊടുക്കണം. ദൈവ സ്നേഹം നിന്റെ ഹൃദയത്തിൽ ഇല്ലെങ്കിൽ ആ പണം ഹല്ലേലൂയ അത് വേസ്റ്റ് ബോക്സിൽ ഇടുന്നത് പോലെയാണ്. ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടി നമ്മുടെ സമയം ചെലവഴിക്കുന്നത് ദൈവത്തോടുള്ള സ്നേഹം കൊണ്ട്. എനിക്ക് വേണ്ടി കൈകാലുകളിൽ ആണികൾ അടിക്കപ്പെട്ടു, എനിക്ക് വേണ്ടി മുൾക്കിരീടം ചൂട്ടപ്പെട്ടു, എനിക്ക് വേണ്ടി വിലാപ്പുറത്ത് കുത്തപ്പെട്ടു, എനിക്ക് വേണ്ടി തകർക്കപ്പെട്ടു. എന്റെ ജീവിതം യേശുവിന് വേണ്ടി സമർപ്പിക്കുന്നു എന്ന് സമർപ്പിച്ചാൽ ഹല്ലേലൂയ എല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവിന്റെ തിരുമേശയിൽ നാം ഇന്ന് രാത്രി സംബന്ധിക്കുവാൻ പോവുകയാണ്. അത് എന്തിനെ കാണിക്കുന്നു? നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട ജീവന്റെ അപ്പം, നമുക്ക് വേണ്ടി പിഴുതെടുക്കപ്പെട്ട, നമുക്ക് വേണ്ടി ചൊരിയപ്പെട്ട ആ ജീവന്റെ രക്തം. ഹല്ലേലൂയ. നമ്മെ തന്നെ ശോധന ചെയ്ത് പങ്കെടുക്കണം. നമ്മുടെ കുറവുകളെല്ലാം ദൈവപാദപീഠത്തിൽ ഏറ്റുപറഞ്ഞ് ജീവിതം ക്രമീകരിച്ചുകൊണ്ട് വേണം അതിൽ സംബന്ധിക്കുക. ഹല്ലേലൂയ. അപ്പാ സ്വതന്ത്രകരങ്ങളെ താഴെയിടാ. ദൈവം സഹായിക്കട്ടെ. ഹല്ലേലൂയ. ശാന്തമായി പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തോട് ഇടപെടുവാൻ ഒരു നിമിഷം കൂടെ ചെലവ് ചെയ്യാമോ? വളരെ ഉച്ചയ്ക്ക് സംസാരിച്ചു, കേൾക്കണമെന്നില്ല. ശബ്ദം വലുതായിരുന്നു, അതുകൊണ്ട് കേൾക്കണമെന്നില്ല. എന്നാൽ ദൈവം നമ്മോട് സംസാരിക്കുന്ന കേൾക്കുന്ന ഒരു ചെവി തുറക്കണം, ഹൃദയങ്ങൾ തുറക്കണം. അപ്പം എന്നോട് സംസാരിക്കണമേ. എന്നെ ഒന്നുകൂടെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. കണ്ണുകളെ സ്വർഗത്തിലേക്ക് ഉയർത്തുമ്പോൾ നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട യേശുവിനെ ഒന്ന് കാണണം. ഇന്ന് നാം ഈ നന്മകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പുറകിൽ തകർക്കപ്പെട്ട ചില ഹൃദയങ്ങളുണ്ട്. ഇന്ന് നാം സന്തോഷം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ തകർക്കപ്പെട്ട ചില ജീവിതങ്ങളുണ്ട്. അവൻ തകർക്കപ്പെട്ടപ്പോൾ അവൻ്റെ അകത്ത് നിന്ന് വെളിപ്പെട്ട കണ്ണുനീർ, ആ പിതാവ് തകർക്കപ്പെട്ടപ്പോൾ ആ പിതാവിൻ്റെ അകത്ത് വന്ന കണ്ണുനീർ, മാതാവ് തകർക്കപ്പെട്ടപ്പോൾ ആ മാതാവിൻ്റെ അകത്ത് നിന്ന് വന്ന കണ്ണുനീർ നമ്മെ മാറ്റി. ഇന്ന് പകൽക്കാലം നമ്മെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്, നീ നിന്റെ ഹൃദയമൊന്ന് ഏൽപ്പിക്ക്. ആ പാറ പോലുള്ള കല്ല് പോലുള്ള ഹൃദയമൊന്ന് എൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്ക്. എത്ര എത്ര പ്രാവശ്യം ദൈവാത്മാവ് സംസാരിച്ചിട്ടും മനസ്സിലാകാത്ത, അല്ലെങ്കിൽ ആമേ മാനസാന്തരപ്പെടാത്ത ആ ഹൃദയത്തെ ഒന്ന് എനിക്ക് താ. ഇതാ ഞാൻ നിന്റെ വാതിൽക്കൽ നിന്ന് കതക് തട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ ശബ്ദം കേട്ട് നീ കതക് തുറന്നാൽ, യെസ്, അപ്പൊ എന്നെ സമർപ്പിക്കുന്നു എന്ന് എത്ര പേര് പറയും? ഇതുവരെയുള്ള എൻ്റെ ജീവിതകാലം വ്യർത്ഥമായി പോയി. ഇനിയുള്ള നാളുകൾ അങ്ങയ്ക്ക് വേണ്ടി ഞാൻ എഴുന്നേൽക്കാം. എൻ്റെ നാവ് അങ്ങയ്ക്ക് വേണ്ടി, എൻ്റെ കണ്ണുകൾ അങ്ങയ്ക്ക് വേണ്ടി, എൻ്റെ കാതുകൾ അങ്ങയ്ക്ക് വേണ്ടി, എൻ്റെ കൈകാലുകൾ അങ്ങയ്ക്ക് വേണ്ടി.
എൻ്റെ ചിന്ത, എൻ്റെ സംസാരം, എൻ്റെ പ്രവൃത്തിയെല്ലാം അങ്ങയ്ക്ക് വേണ്ടി. ഹല്ലേലൂയ. എൻ്റെ പേരിനും പ്രശസ്തിക്ക് വേണ്ടി ഞാൻ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നില്ല. എന്നെ തന്നെ തകർത്ത് എനിക്കുള്ളതെല്ലാം അങ്ങയ്ക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്നു. ഒരു സംഭവം പറഞ്ഞ് നിർത്താം. ഹല്ലേലൂയ. ഏകനായി യാത്ര പുറപ്പെട്ട് കുറ്റിക്കാട്ടിൽ മരണം കാത്തുകിടക്കുന്ന ഒരു യൗവനക്കാരൻ. തനിക്ക് ചുറ്റും ആരുമില്ല. രാത്രിയുടെ യാമം. ആ രാത്രിയിൽ ഭയം അവൻ്റെ ഹൃദയത്തിലുണ്ട്. മരിച്ചു പോകുമെന്നുള്ള ചിന്തയുണ്ട്. എന്നാൽ അന്ന് രാത്രി ദൈവം അവനെ തന്നെ വെളിപ്പെടുത്തി. ദൈവത്തിൻ്റെ കോവണി സ്വർഗത്തിലും ഭൂമിക്കും വയ്ക്കപ്പെട്ടു. ദൂതന്മാർ കയറുന്നതും ഇറങ്ങുന്നതും അവൻ കണ്ടു. ദൈവം അവനോട് പറഞ്ഞു, നീ കിടക്കുന്ന ഈ സ്ഥലം ഞാൻ നിനക്ക് തരാം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അവനിൽ ലഭിച്ച അവകാശം വലുതാ. അവന് ലഭിച്ച നന്മ അവനെ കൊണ്ട് അവൻ ചിന്തിക്കുന്നതിലും അപ്പുറമാ. എന്നാൽ രാവിലെ എഴുന്നേറ്റ് അവൻ എന്തു പറഞ്ഞെന്നറിയാമോ? ദൈവം എനിക്കിത് തന്നെങ്കിൽ ഇത്രമാത്രം സ്നേഹിക്കുന്ന ഈ ദൈവത്തിന് ഈ സ്ഥലം ഞാൻ കൊടുക്കുകയാണ്. എന്തിനാ? ദൈവത്തിൻ്റെ വീടാ ഇത് മാറുവാൻ. സ്നേഹമുള്ളവനെ കൊടുക്കുവാൻ കഴിയത്തുള്ളൂ. അങ്ങനെ കൊടുത്തത് കൊണ്ട് കർത്താവ് അവനെ വെറുതെ വിട്ടില്ല. അവൻ്റെ പേരിൽ ഒരു ദേശത്തെ ദൈവം കൊടുത്തു. ഇസ്രായേൽ എന്ന ദേശം ഇന്നും ലോകത്തിലുണ്ട്. നീ ഉടയ്ക്കപ്പെട്ടത് സത്യമെങ്കിൽ ഉടയ്ക്കപ്പെട്ട നിനക്ക് വേണ്ടി അവൻ പേര് നൽകും, പ്രശസ്തി നൽകും, ധനം നൽകും, മാനം നൽകും, സൗന്ദര്യം നൽകും. നീ ആഗ്രഹിക്കുന്നത് എല്ലാം നൽകുവാൻ ദൈവത്തിന് കഴിയും. ഇന്ന് പകൽക്കാലം ഉടയ്ക്കപ്പെടുവാൻ നിനക്ക് മനസ്സുണ്ടോ? തകർക്കപ്പെടുവാൻ നിനക്ക് മനസ്സുണ്ടോ? ഒരു യാഗമായി മാറുവാൻ മനസ്സുണ്ടോ? യാഗപീഠത്തിൽ നിന്നെ തന്നെ സമർപ്പിക്കുവാൻ മനസ്സുണ്ടോ? ലോകം എനിക്ക് വേണ്ട, ലോകത്തിന്റെ നന്മ വേണ്ട, യേശു മാത്രം എനിക്ക് മതി എന്ന് പറയുന്നവർ ശബ്ദമുയർത്തി യേശുവേ എന്ന് വിളിക്കാമോ? യെസ്, ഗ്ലോറി. നിന്റെ ശബ്ദം ഉയരട്ടെ ആലയത്തിൽ. നിന്റെ ശബ്ദം ഉയരട്ടെ. വാ തുറക്കട്ടെ. നാവിന്റെ കെട്ടുകൾ അടിയട്ടെ. സഹോദര, ശബ്ദം ഉയർത്തി യേശുവേ എന്ന് വിളിക്ക്. നിന്നെ കട്ടിയിരിക്കുന്ന ആ ദുർഭൂത ശക്തിയെ പുറത്തു പോകട്ടെ. യെസ്.